അമ്മേ, ജ്യോതിയെ മുറി കൊണ്ടുപോയി കിടത്തി. കുറെ നേരം ഞാൻ അവളുടെ അടുത്തിരുന്നു. അവളെപ്പോഴും നേരെ സംസാരിക്കുന്നില്ല. അമ്മ ഇങ്ങനെ കരയല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മക്കളുടെ നേട്ടങ്ങൾ ആഘോഷിക്കണോ? ചെറിയ കാര്യമല്ലല്ലോ ഇത്. ഇത്രയില്ലാത്ത കുഞ്ഞാണെന്ന് കരുതി അവള് മാറ്റിവെച്ച ബോധം കെട്ട വീട്ടിലേക്ക് വരിക. അവളെ വളർത്തിയതിന്റെ ദൂഷ്യം പറഞ്ഞ് അവൻ പ്രതികാരം ചെയ്യും. ഇതിനെ ആഘോഷിക്കണമല്ലേ? ജ്യോതിയെ ഈ അവസ്ഥ എത്ര പേരെ കണ്ടിട്ടുണ്ടാവും. അതിന് നമ്മുടെ കുടുംബക്കാരുണ്ടാവില്ല, പരിചയക്കാരുണ്ടാവില്ല. ആ കണ്ടവരുടെയൊക്കെ വീട്ടിലെ ഇപ്പോഴത്തെ ചർച്ച എന്തായിരിക്കും? സുജാതയുടെ മോള് തറവാടിത്തത്തിന്റെയും കുടുംബത്തിന്റെയും പേരിൽ അഭിമാനം കൊള്ളുന്ന സുജാതയുടെ മോള്. അങ്ങനല്ലേ പറയുക? അവളെ എങ്ങനെ ആരും കണ്ടിട്ടില്ലമ്മേ. ആരും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയാ അവളെ പെട്ടെന്ന് ദീപന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അങ്ങ് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഞാൻ ഇപ്പൊ കരുതാ, അവൾ ആ അവസ്ഥയില് അമ്മയുടെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്നാ മതിയായിരുന്നു എന്ന്. എങ്കിലും ഇത്രയും നാണക്കേട് അമ്മ ചുമക്കേണ്ടി വരില്ലായിരുന്നല്ലോ. സോറി അമ്മേ. മോളെന്നോട് ക്ഷമയൊന്നും പറയണ്ട. മോള് നല്ലതിന് വേണ്ടി മാത്രമേ ശ്രമിക്കൂ എന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ അവൻ ചിലപ്പോ ജ്യോതി അവസ്ഥയിൽ കണ്ടപ്പോ ജീവന് സത്യസന്ധമായിട്ട് വേദന തോന്നിയിട്ടുണ്ടാവും. അതിന്റെ പേരിലായിരിക്കും അമ്മേ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്. ഒരു സംഭവം കൊണ്ട് എല്ലാം തകർന്നു എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ ഇരിക്കരുത്. ആര് കുറ്റപ്പെടുത്തി സംസാരിച്ചാലും അമ്മ ഇനി ഇങ്ങനെയൊന്നും പറയരുത്.